നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ തുടർച്ചയായി രണ്ടാം ദിനവും വെള്ളിയാഴ്ചയും ഇന്നലെ തിങ്കളാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്യുവാനായി സാധിച്ചു. നിഫ്റ്റി 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് നടത്തി. നിഫ്റ്റിയും സെൻസെക്സും 0.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി 0.31% ഉയർച്ചയിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയത്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 135.98 കോടി രൂപയ്ക്ക് മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തിയുള്ളൂ. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1745.72 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. സ്വാഭാവികമായും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ അഗ്രസീവ് ബൈയിങ് ആണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് 25,000 എന്ന റേഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യുവാൻ സഹായിച്ചത്. പോരാതെ തന്നെ ഈ ജൂണിൽ മാർക്കറ്റ് ഒരു റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓയിൽ പ്രൈസുകൾ ഉണ്ടായ ഇടിവും തുടങ്ങി ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ പോസിറ്റീവായി നിലനിർത്തുന്നത്. ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി യൂറോപ്പിനെതിരെ ജൂലൈ മാസത്തിൽ ഉണ്ടെങ്കിൽ പോലും തന്നെ, പക്ഷേ ഈ ട്രംപിന്റെ ഈ ഭീഷണിയെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായി ക്ലോസിംഗ് നടത്തിയെങ്കിൽ പോലും ഇന്ത്യ വിക്സ് 4.28% ഉയർന്ന് 18.02 എന്ന ലെവലിലേക്ക് എത്തി. ഇത് ഈ ട്രംപിന്റെ നിലപാടുകൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ ട്രേഡേഴ്സിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. 24,800, 24,850, 24,900 റേഞ്ചുകൾ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തേക്കാം. ഇത് സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നിഫ്റ്റി ഇത് 24,800 എന്ന റേഞ്ചിൽ താഴേക്ക് ഇടിയുകയാണെങ്കിൽ അഗ്രസീവ് സെല്ലിങ് ചിലപ്പോൾ കാണുവാനായിട്ട് സാധിച്ചേക്കാം. ഈ പോയിന്റുകൾ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,200, 25,300 റേഞ്ചുകൾ നമ്മൾക്ക് അപ്പർ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്നലെ ഇന്ത്യൻ രൂപ 35 പൈസയുടെ നേട്ടം US ഡോളറിനെതിരെ നേടിക്കൊണ്ട് 85.10 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ 26,000 എന്ന സ്ട്രൈക്ക് കോൾ സൈഡിലേക്ക് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായി സാധിക്കും. അതേസമയം പുട്ട് സൈഡിലേക്ക് 24,500 ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണുവാനായി നിലവിൽ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇൻഡിഗോ കമ്പനിയുടെ കോ ഫൗണ്ടർ രാകേഷ് ഡെൻഗ്വാൾ ഏകദേശം 8,000 മില്യൺ US$ വേർത്ത് വരുന്ന ഷെയറുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുകയാണെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ആദിത്യ ബിർള ഫാഷൻ കമ്പനി അഗ്രസീവായിട്ടുള്ളൊരു എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. ആദിത്യ ബിർള ഫാഷന്റെ സബ്സിഡിയറിയാണ് പാന്തലൂൺസ് ആൻഡ് സ്റ്റൈലപ്പ് എന്ന ബ്രാൻഡ്. ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 3 മടങ്ങ് ബിസിനസ് വർദ്ധിപ്പിക്കുവാനായിട്ടും ബിസിനസിന്റെ സ്കെയില് ഇരട്ടിയാക്കുവാനായിട്ടും 5 വർഷത്തിനുള്ളിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ടാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. അറബിക് ഫാർമ കമ്പനിയുടെ മാർജിൻ 903 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. റവന്യൂ 8,382 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി Q4. MCX സെബി 25 ലക്ഷം രൂപയുടെ പെനാൽറ്റി MCXന് നൽകിയതായി ഒരു ന്യൂസ് വരുന്നുണ്ട്. ഡിസ്ക്ലോഷറിൽ ഡിലേ വന്നതാണ് പെനാൽറ്റി നൽകുവാനുള്ള കാരണം. നസാറ ടെക് Q4 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4 കോടി രൂപയായി വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ട് 520 കോടി രൂപ രേഖപ്പെടുത്തി. ബൊറോണ വേവ്സ് കമ്പനിയുടെ ഷെയറുകൾ ഇന്ന് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. GE വെറോണ T&D കമ്പനിയുടെ Q4 റിസൾട്ടിൽ പ്രോഫിറ്റ് 3 മടങ്ങ് വർദ്ധിച്ചു. നൗമ എന്ന റേറ്റിംഗ് ഏജൻസി ഇന്നലെ ഒരു ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി.
ഇതിന്റെ എല്ലാം ഫലമായി ഇന്നലെ 10% ഒരു റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് വീക്കായ Q4 റിസൾട്ടും നൗമ എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തു ന്യൂട്രൽ എന്ന സ്റ്റാറ്റസ് നൽകി. തൽഫലമായി തന്നെ ഇന്നലെ ഒരു 10% ഇടിവ് സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. ലൂമാക്സ് ഇൻഡസ്ട്രീസ് 36 കോടി രൂപയിൽ നിന്നും 44 കോടി രൂപയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്തുകയുണ്ടായി. Q4 35 രൂപ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. വീനസ് പൈപ്പ് 224 കോടി രൂപയിൽ നിന്നും 260 കോടി രൂപയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.